8 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കരിയറിലെ ആദ്യ ടെസ്റ്റ് സീരീസിൽ കന്നി സെഞ്ചുറിയെ 303 റൺസ് എന്ന പടുകൂറ്റൻ സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു ഇന്ത്യൻ ബാറ്ററുണ്ട്. സാക്ഷാൽ വീരേന്ദർ സെവാഗിന് ശേഷം ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരമായ അയാളുടെ ടെസ്റ്റ് കരിയർ വെറും 7 ഇന്നിംഗ്സുകളിൽ അവസാനിച്ചു. പ്രിയപ്പെട്ട ക്രിക്കറ്റ്, എനിക്കൊരു അവസരം കൂടി നൽകൂ. 6 വർഷങ്ങൾക്കിപ്പുറം അതേ മനുഷ്യൻ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ എക്സിൽ ഇങ്ങനെ കുറിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് അവസാനിച്ച വിജയ് ഹസാരെ ട്രോഫിയിൽ 8 ഇന്നിംഗ്സുകളിൽ നിന്ന് 5 സെഞ്ചുറി അടക്കം 779 റൺസ് അടിച്ചുകൂട്ടി അയാൾ ഇന്ത്യൻ ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചു. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സർപ്രൈസുകളൊന്നും ഉണ്ടായില്ല. പ്രിയപ്പെട്ട ക്രിക്കറ്റിനായി എന്തും നൽകാൻ കരുൺ നായർ തയ്യാറായിരുന്നു. പക്ഷേ ക്രിക്കറ്റ് ആ മനുഷ്യന് രണ്ടാമതൊരു അവസരം നൽകിയതേയില്ല. കയറ്റിറക്കങ്ങൾ നിറഞ്ഞ ഒരു നീളൻ പാതയായിരുന്നു കരുൺ നായരുടെ കരിയർ. അപ്രതീക്ഷിതമായ കയറ്റങ്ങളും അതിലുമേറെ അപ്രതീക്ഷിതമായ ഇറക്കങ്ങളും കണ്ട ഒരു ക്രിക്കറ്റ്. 2016 ഇംഗ്ലണ്ടിനെതിരായ സീരീസിലാണ് കരുൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. ആദ്യ ഇന്നിംഗ്സുകളിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ലെങ്കിലും സീരീസിലെ അവസാന ടെസ്റ്റിൽ അയാൾ തന്റെ വരവറിയിച്ചു. 381 പന്തുകളിൽ നിന്ന് 303 റൺസ് അടിച്ചുകൂട്ടി അപരാജിതനായി ക്രീസിൽ നിന്നു. വീരേന്ദർ സെവാഗിന് ശേഷം ടെസ്റ്റിൽ ട്രിപ്പിൾ അടിക്കുന്ന ഒരേ ഒരു ഇന്ത്യക്കാരൻ, ട്രിപ്പിൾ അടിക്കാൻ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സുകൾ വേണ്ടി വന്ന താരം, കന്നി സെഞ്ചുറിയെ ട്രിപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്ത ലോകത്തിലെ 3ാമത്തെ മാത്രം ബാറ്റർ, കന്നി സീരീസിൽ റെക്കോർഡുകൾ അടിച്ചിട്ട ഒറ്റ ദിവസം കൊണ്ട് ഇന്റർനാഷണൽ ലെവൽ സെൻസേഷനായ ആ 25-കാരനെ ലോകം തിരഞ്ഞു. ചെങ്ങന്നൂരിൽ വേരുകളുള്ള മലയാളി പയ്യനാണ് കർണാടകയിൽ സ്ഥിരതാമസമാക്കിയ കരുൺ നായർ എന്ന വിവരം മീഡിയയും സോഷ്യൽ മീഡിയയും അന്ന് ആഘോഷമാക്കി. ഒരൊറ്റ ഇന്നിംഗ്സ് കൊണ്ട് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഭാവി എന്ന് വിലയിരുത്തപ്പെട്ട അയാൾക്ക് ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് മാച്ചിൽ ടീമിൽ ഇടം കിട്ടിയില്ല. ഓസ്ട്രേലിയക്കെതിരായ സീരീസിൽ കളിച്ച 4 ഇന്നിംഗ്സുകളിലും വലിയൊരു സ്കോർ കണ്ടെത്താനാകാതെ കരുൺ വീണുപോയി. 7 ഇന്നിംഗ്സുകൾ 62.33 റൺസ് ശരാശരിയിൽ 374 റൺസ്. തീർന്നു ആ കരിയർ. 1 ഇന്നിംഗ്സ് വണ്ടർ എന്ന പേരിൽ സെലക്ടർമാർ അയാളെ എഴുതിത്തള്ളി. പിന്നീട് ഒരിക്കൽ പോലും കരുണിന് ഇന്ത്യൻ ടീമിലേക്ക് വിളി വന്നില്ല. 5 മാസങ്ങളുടെ ഇടവേളയിൽ അയാളുടെ ജീവിതം കീഴ്മയിൽ മറിഞ്ഞു. ചെന്നൈയിലെ ട്രിപ്പിളിന് ശേഷം കരുണിന്റെ പേര് അത്രമേൽ ഉറക്കെ കേൾക്കുന്നത് ഇപ്പോഴാണ്. കൃത്യമായി പറഞ്ഞാൽ 8 വർഷങ്ങൾക്ക് ശേഷം. ഇക്കാലയളവിൽ ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും കൗണ്ടി ക്രിക്കറ്റിലും അയാൾ നിശബ്ദനായി ഭാഗ്യപരീക്ഷണത്തിനിറങ്ങി. ആഭ്യന്തര ക്രിക്കറ്റിൽ കർണാടകയ്ക്കും വിദർഭയ്ക്കുമായി കളിച്ചു. IPL-ൽ RCB മുതൽ രാജസ്ഥാൻ റോയൽസിന് വരെ കൂടാരങ്ങളിലെത്തി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 48.64 റൺസ് ശരാശരിയിൽ 7637 റൺസും ലിസ്റ്റ് എ ഫോർമാറ്റിൽ 97 ഇന്നിംഗ്സുകളിൽ നിന്നായി 41.15 റൺസ് ശരാശരിയിൽ 3128 റൺസും ഇക്കാലയളവിൽ കരുൺ നേടി. പക്ഷേ അതൊന്നും പ്രതിഭാധാരാളിത്തമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മറ്റൊരു അവസരത്തിന് മതിയാകുമായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് അവസാനിച്ച വിജയ് ഹസാരെ ട്രോഫി ഫൈനലിടെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നത്. എപ്പോഴത്തെക്കാളും ശക്തമായി ഇന്ത്യൻ ടീമിലേക്ക് ഒരു റീ എൻട്രി നടത്താനും മാത്രമുള്ള ഒരു ടൂർണമെന്റാണ് കരുൺ കളിച്ചുകൊണ്ടിരുന്നത്. 8 ഇന്നിംഗ്സുകൾ, 5 സെഞ്ചുറി, ഒരു അർദ്ധ സെഞ്ചുറി, 389.50 റൺസ് ആവറേജിൽ 779 റൺസ്. കൺസിസ്റ്റൻസി ഇല്ലെന്ന പേരിൽ പുറത്താക്കിയ സെലക്ടർമാർക്ക് കൺസിസ്റ്റൻസിയിലൂടെ തന്നെ മറുപടി. പക്ഷേ ഫൈനലിൽ വിദർഭയെ 36 റൺസിന് കീഴടക്കി കർണാടക 5ാം തവണയും ടൂർണമെന്റ് ജേതാക്കളായി. മറുവശത്ത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സർപ്രൈസ് എൻട്രികൾ ഉണ്ടായതേയില്ല. കരുണിന്റെ പ്രകടനം കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. പക്ഷേ ഈ 15-അംഗ ടീമിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനാകില്ല. ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ വിജയ് ഹസാരയിൽ തോറ്റുപോയ ക്യാപ്റ്റന്റെ അല്ല, മറിച്ച് ടൂർണമെന്റിന്റെ താരത്തിനുള്ള പുരസ്കാരം സ്വീകരിക്കുകയായിരുന്നു കരുൺ. ഒരൊറ്റ ടൂർണമെന്റിലെ പ്രകടനത്തിന്റെ പേരിൽ കരുണിന് ICC ടൂർണമെന്റിൽ അവസരം കൊടുക്കണമോ എന്ന് വാദിക്കുന്നവരുണ്ട്. 8 വർഷങ്ങൾ അദ്ദേഹം എവിടെയായിരുന്നുവെന്നും കൺസിസ്റ്റൻസി ഇല്ലാത്തതിന്റെ പേരിലാണ് ആ കരിയർ അവസാനിച്ചതെന്നും പറയുന്നവരുമുണ്ട്. അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച സഞ്ജുവിനെ പോലും ഒഴിവാക്കിയ സെലക്ടർമാരിൽ നിന്ന് കരുണിന് നീതി കിട്ടുമോ എന്ന ചർച്ചയും സജീവമാണ്. BCCI തന്നെ ആഭ്യന്തര ക്രിക്കറ്റിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഈ സമയത്ത് കരുൺ പിന്നെ എവിടെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാത്തതിന്റെ പേരിൽ ഇന്ത്യയുടെ സ്റ്റാർ പ്ലേയേഴ്സ് പോലും വിമർശിക്കപ്പെടുമ്പോൾ ഏകദിന ഫോർമാറ്റിലെ ഇന്ത്യയുടെ പ്രധാന ആഭ്യന്തര ടൂർണമെന്റിൽ പ്രൂവ് ചെയ്ത കരുണിന്റെ അയോഗ്യതയ്ക്കുള്ള കാരണം അവ്യക്തമാണ്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ പേരിലുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. സ്ക്വാഡിന്റെ പേരിൽ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ക്യാപ്റ്റൻ രോഹിത്തുമായി അസ്വാരസ്യങ്ങളുണ്ടെന്ന വാർത്തയും പുറത്തു വരുന്നു. വലിയൊരു ടൂർണമെന്റ് പടിവാതിലിൽ നിൽക്കെ ഇന്ത്യൻ ടീമിനകത്ത് നടക്കുന്ന ഈ പൊട്ടിത്തെറികൾ ക്രിക്കറ്റിന് ഒട്ടും ഗുണകരമാകില്ല. ദേശീയ ടീമിലെത്താൻ കരുൺ ഇനിയും പരിശ്രമിക്കേണ്ടി വരും. സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും റെക്കോർഡുകളും ഒരുപാട് തകർക്കേണ്ടി വരും. 0-ൽ നിന്നെല്ലാം വീണ്ടും തുടങ്ങേണ്ടി വരും. ക്രീസിൽ മാത്രമല്ല, ക്രീസിന് പുറത്തും കരുത്തു കാട്ടേണ്ടി വരും. പ്രിയപ്പെട്ട ക്രിക്കറ്റ്, അയാൾക്കൊരു അവസരം കൂടി നൽകൂ.